നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഒരു പുതിയ വർഷം തുടങ്ങുകയാണ്. പുതിയ വർഷത്തിലെ ആദ്യ മാസമാണ്. അപ്പോൾ പൂരാട നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷത്തിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ടോ, അതേപോലെ തന്നെ ഈ മാസം എങ്ങനെയുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. പൂരാട നക്ഷത്രം എന്ന് പറയുമ്പോൾ ധനുക്കൂറാണ്. ധനുക്കൂറുകാർക്ക് ചന്ദ്രൻ ലഗ്നാധിപതിയായിരിക്കുന്ന വ്യാഴം നിൽക്കുന്നത് ലഗ്നാൽ 7-ലാണ്. അപ്പോൾ സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും വിജയിക്കാനായിട്ട് യോഗമുണ്ട്. നല്ല ദൈവാധീനമുള്ള മാസമാണ്. ഭാഗ്യാധിപതി നിൽക്കുന്നത് ഇഷ്ടസ്ഥാനത്താണ്. അപ്പോൾ ഈ മാസം 15-ാം തീയതി വരെ ഭാഗ്യാധിപതി ലഗ്നത്തിലും അതിനുശേഷം രക്ഷാസ്ഥാനത്തും നിൽക്കുന്നത് കാരണമുണ്ട് നല്ല രീതിയിലുള്ള ഭാഗ്യവും ദൈവാധീനവും കൊണ്ട് കർമ്മസംബന്ധമായിട്ട് നല്ല നേട്ടങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. കാരണം 17-ാം തീയതി വരെ ലഗ്നത്തിൽ തന്നെയാണ് കർമാധിപതി നിൽക്കുന്നത്. അപ്പോൾ അത് 7-ാം ഭാവാധിപതി നിവർത്തി സ്ഥാനാധിപതി ആയിരിക്കുന്ന ബുധനും ലഗ്നാധിപതി ആയിരിക്കുന്ന വ്യാഴവും തമ്മിലുള്ള ഒരു പരിവർത്തന യോഗം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാഗ്യം കൊണ്ട് നല്ല രീതിയിലുള്ള സാമ്പത്തികമായ നേട്ടങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ട്. തൊഴിലിൽ സ്ഥാനക്കയറ്റത്തിന് യോഗമുണ്ട്. നേതൃത്വ സ്വഭാവം, നേതൃസ്ഥാനാധിപത്യം തൊഴിലിൽ കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ്. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഗവൺമെൻറ് ജോലിക്ക് യോഗമുള്ള സമയമാണ്. അതായത് ഗവൺമെൻറ് ജോലി അന്വേഷിക്കുന്നവർക്ക്, അതായത് ലിസ്റ്റിലൊക്കെ വന്നവർക്ക് നിയമനം കിട്ടും. മറ്റു തൊഴിലുകൾ അന്വേഷിക്കുന്നവർക്കും ജോലിക്ക് യോഗമുണ്ട്. എൻജിനീയറിങ്ങും ടെക്നിക്കലായിട്ടുള്ള മേഖലയിൽ, ബിസിനസ്, ബാങ്കിങ്, ഇതിലൊക്കെ നല്ല രീതിയിലുള്ള അഭിവൃദ്ധി, ഉയർച്ച ഉണ്ടാകാനായിട്ട് യോഗമുള്ളൊരു മാസമാണ്. അതുപോലെ തന്നെ വീട് വിട്ട് നിന്നിട്ട് തൊഴിലെടുക്കുക, വിദേശത്ത് പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടി യോഗമുള്ളൊരു സമയമാണ്. അപ്പോൾ വിദേശത്ത് പോകാനായിട്ട് ശ്രമിക്കുന്നവർക്ക്, ആഗ്രഹമുള്ളവർക്കൊക്കെ ഈ മാസത്തിൽ സാധിക്കുന്നതാണ്. ഇനി വീട് വിട്ട് നിന്നിട്ടാണെങ്കിലും തൊഴിലിൻ്റെ കാര്യത്തിൽ അഭിവൃദ്ധി, ഉയർച്ച ഉണ്ടാകാനായിട്ട് യോഗമുണ്ട്. പക്ഷേ ഭാദ്രകദേശ ശൗര്യം എന്ന് പറയുന്നൊരു യോഗമുണ്ട്. അതായത് സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവരുടെ പെരുമാറ്റം ചില സമയത്ത് അപ്രിയമായിട്ട് തോന്നും, ചില സമയത്ത് അപ്രതീക്ഷിതമായിട്ട് അവരുടെ സഹായങ്ങൾ കിട്ടും. അങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയുണ്ട്. ഭാഗ്യസ്ഥാനത്ത് മുറിവ് ഘടനകാരകനായിരിക്കുന്ന കേതുവാണ്. അപ്പം ഭാഗ്യത്തിന് ഇടയ്ക്കിടയ്ക്ക് മുറിവ് സംഭവിക്കുക, അല്ലെങ്കിൽ ഭാഗ്യത്തിന് കുറവുണ്ടാകും ഇടയ്ക്കിടയ്ക്ക്. അപ്പം അങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് രാഹുപൂജയും കേതുപൂജയും നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ലഗ്നത്തിൻ്റെ 2-ാം ഭാവത്തിൽ ഭാഗ്യാധിപതി ആയിരിക്കുന്ന സൂര്യൻ നിപുണായോഗം ചെയ്ത് നിൽക്കുന്ന കാരണം സംസാരം കൊണ്ട് ഭാഗ്യം ഉണ്ടാകാനും നേട്ടം ഉണ്ടാകാനും ഒക്കെ യോഗമുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പക്ഷേ അതിനോടൊപ്പം തന്നെ എടുത്തിയാടി സംസാരിക്കുന്നത് പോലെ മറ്റുള്ളവർക്ക് ചില സമയത്ത് അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോൾ സംസാരം വളരെ മയപ്പെടുത്തിയുള്ള സംസാരം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ സംസാരത്തിൽ തെറ്റിദ്ധാരണ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ സഹായസ്ഥാനത്ത് നിൽക്കുന്ന രാഹു സഹായങ്ങളിടയ്ക്ക് മുടക്കം വരുത്തുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെ കഴുത്ത് വേദന, ഞരമ്പ് സംബന്ധമായിട്ടുള്ള ചെറിയ രോഗങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാലിൻ്റെ മുട്ട് വരെയുള്ള ഭാഗത്ത് വേദന, അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കഴുത്തിന് വേദന, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് എന്തായാലും രാഹുപൂജയും കേതുപൂജയും ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൻ്റെ കാര്യത്തിൽ ഉത്തമമാണ്. ദാമ്പത്യ സംബന്ധമായിട്ട് ഗുണം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. ഭാര്യ വീട്ടുകാരിൽ നിന്നൊക്കെ നല്ല ഗുണങ്ങൾ അനുഭവിക്കാനൊക്കെ ഈ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. പക്ഷേ നല്ല പരിഹാരങ്ങൾ ചെയ്യുക, പ്രാർത്ഥന ചെയ്യുക, ഈ മാസത്തിൽ ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.